നമസ്കാരം. രാഗ മീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൃന്ദാവന സാരംഗ. സിനിമാ രംഗത്തും ക്ലാസിക്കൽ രംഗത്തും നിറഞ്ഞാടുന്ന ഒരു രാഗമാണ് ബൃന്ദാവന സാരംഗ. ഈ രാഗം പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ബൃന്ദാവനി എന്നും ബൃന്ദാവന സാരംഗ എന്നും വൃന്ദാവന സാരംഗി എന്നും ഈ രാഗം അറിയപ്പെടുന്നു. ഭഗവാൻ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗമാണ് ബൃന്ദാവന സാരംഗ എന്നാണ് കരുതുന്നത്. 22ാം മേളാർത്ത രാഗമായ ഘടകരപ്രിയയുടെ ജന്യരാഗമാണ് ബൃന്ദാവന സാരംഗ. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നിന്ന് കർണാടക സംഗീതത്തിലേക്ക് പ്രചാരത്തിൽ വന്ന ഒരു പ്രസിദ്ധമായ രാഗമാണിത്. നമുക്കിതിൻ്റെ ആരോഹണ-അവരോഹണങ്ങൾ നോക്കാം. സരി മ പ നീ സ നി പ മ രി സ. ഇതാണ് ബൃന്ദാവന സാരംഗയുടെ ആരോഹണ-അവരോഹണങ്ങൾ. ഇനി നമുക്ക് ബൃന്ദാവന സാരംഗയുടെ സ്വരസ്ഥാനങ്ങളെ നോക്കാം. ഷഡ്ജം, ചതുശ്രുത ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, കാകലി നിഷാദം, കൈശികി നിഷാദം ഇവയാണ് ബൃന്ദാവന സാരംഗയുടെ സ്വരസ്ഥാനങ്ങൾ. ഈ രാഗത്തിൽ കാകലി നിഷാദം അന്വസരമായുണ്ട്. ആരോഹണ സഞ്ചാരത്തിൽ കാകലി നിഷാദത്തെയും അവരോഹണ സഞ്ചാരത്തിൽ കൈശികി നിഷാദത്തെയുമാണ് ഈ രാഗത്തിൽ പ്രയോഗിക്കുന്നത്. രി പ എന്ന സ്വരങ്ങളാണ് ഈ രാഗത്തിൻ്റെ ജീവസ്വരങ്ങൾ. ഇനി നമുക്ക് ഈ രാഗത്തിലുള്ള പ്രസിദ്ധമായ കീർത്തനങ്ങളെ നോക്കാം. ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ രൂപകതാളത്തിൽ ചിട്ടപ്പെടുത്തിയ മനോഹരമായ ഒരു കീർത്തനം ഈ രാഗത്തിലുണ്ട്. രംഗപുരവിഹാര ശ്രീരംഗപുരവിഹാര ജയ കോ ദണ്ഡരാമാവതാര രഘുവീര ശ്രീരംഗപുരവിഹാര. കൂടാതെ സ്വാതിതിരുനാൾ മഹാരാജാവിൻ്റെ മനോഹരമായ ഒരു കീർത്തനം ഈ രാഗത്തിലുണ്ട്. അദ്ദേഹം ആദ്യ താളത്തിലാണ് ആ കീർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചലിയേ കുഞ്ചനുമോ തും ഹം മിലെ ശ്യാം ഹരേ ചലിയേ കുഞ്ചനുമോ തും ഹം മിലെ ശ്യാം ഹരേ ചലിയേ കുഞ്ചനുമോ. കൂടാതെ ധാരാളം മനോഹരമായ തില്ലാനകളും ഈ രാഗത്തിലുണ്ട്. ഇനി നമുക്ക് സിനിമാ ഗാനങ്ങളെ നോക്കാം. ധാരാളം സിനിമാ ഗാനങ്ങൾ ഈ രാഗത്തിലുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. തൂവൽ കൊട്ടാരം എന്ന സിനിമയിൽ കൈതപ്രം രചിച്ച് ജോൺസൺ മാസ്റ്റർ സംഗീതം നൽകി KJ യേശുദാസ് പാടിയ മനോഹരമായ ഗാനം ആദ്യമായി കണ്ട നാൾ. അത് ബൃന്ദാവന സാരംഗയിലാണുള്ളത്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടു നോക്കാം. ആദ്യമായി കണ്ട നാൾ പാടി വിരിഞ്ഞു നിൻ പൂമുഖം, കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി. ആദ്യമായി കണ്ട നാൾ. മറ്റൊരു ഗാനം ഏതാണെന്ന് വെച്ചാൽ അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് രവീന്ദ്രമാഷ് ഈണം നൽകി യേശുദാസ് പാടിയ മനോഹരമായ ഗാനം ദീനദയാലു രാമ. അതും ബൃന്ദാവന സാരംഗയിലാണുള്ളത്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടു നോക്കാം. ദീനദയാലു രാമ ജയ സീതാവല്ലഭ രാമ, ശ്രുതജന പാലക रघुपति राघव श्रुतजन पालक रघुपति राघव
പീതാംബരധര പാവന രാമ ദീനദയാലു രാമ ജയ സീതാവല്ലഭ രാമ. പിന്നെ രാക്കിളിപ്പാട്ട് എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി വിദ്യാസാഗർ ഈണം നൽകിയ മനോഹരമായ ഗാനം. ചിത്ര, സുജാത മോഹൻ, സംഗീത എന്നിവർ ആണ് ആ ഗാനം ആലപിച്ചത്. ധും 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 ദൂരെ ഏതോ. നമുക്ക് ആ ഗാനമൊന്ന് കേട്ടു നോക്കാം. ധും 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 ദൂരേതോ രാക്കിളിപ്പാട്ടിൽ തുടങ്ങി ഉത്സവം, നിലാവിൻ ഉത്സവം. ഗന്ധർവന്മാർ ദൂതയയ്ക്കും ദേവഹംസങ്ങൾ കുടഞ്ഞു കുങ്കുമം, കുളിർപ്പൂ ചന്ദനം. ഇനി മറ്റൊരു ഗാനം ഏതാണെന്ന് വെച്ചാൽ ചഞ്ചല ദ്രുതപദ താളം. മോഹൻ സിത്താരയുടെ മ്യൂസിക്കിൽ കൈതപ്രം എഴുതി KS ചിത്ര പാടിയ മനോഹരമായ ഗാനം. ഇഷ്ടം എന്ന സിനിമയിലാണ് ഈ ഗാനമുള്ളത്. ആ ഗാനമാണ് നമുക്ക് കേട്ടു നോക്കാം. ചഞ്ചലദ്രുതപദതാളം സുകൃതതാളം, സുന്ദരതര ഹരിഗീതം ഹരിതഗീതം. വധുവൊരുങ്ങി പ്രിയനൊരുങ്ങി, മധുരരാമഴ പെയ്തൊഴുകി. എവിടെ പൊന്നഴകിനു മഴകാമാധവമേ, നിൻ കൊമ്പിളിൽ നിറയും സ്വരമെവിടെ? താം തനനന തനനന ത്രിതലജതികളുടെ ചഞ്ചല ദ്രുതപദതാളം സുകൃതതാളം, സുന്ദരതര ഹരിഗീതം ഹരിതഗീതം. ഇനിയുള്ളത് എവർ ഹിറ്റ് ഗാനമായ എന്ത് പുഷ്പം ചൂട് നിൽക്കുമെന്ന ഗാനമാണ്. വൈശാലി എന്ന സിനിമയിൽ ONV കുറുപ്പ് എഴുതി ബോംബെ രവി മ്യൂസിക് നൽകി KS ചിത്ര പാടിയ മനോഹരമായ ഗാനമാണിത്. നമുക്ക് ആ ഗാനമൊന്ന് കേട്ടു നോക്കാം. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. കഞ്ചബാണദൂതിയായി നിൻ അരികിലെത്തി, ചഞ്ചലേ നിൻ വിപഞ്ചിക തൊട്ടുണർത്തി. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. മറ്റൊരു ഗാനം ഏതാണെന്ന് വെച്ചാൽ ദേവദൂതൻ എന്ന സിനിമയിൽ കൈതപ്രം രചിച്ച് വിദ്യാസാഗർ ഈണം നൽകി KJ യേശുദാസ്, അതേപോലെ PV പ്രീത എന്നിവർ പാടിയ ഗാനം കരളെ നിൻ കൈപിടിച്ചാൽ. ആ ഗാനത്തിൻ്റെ തുടക്കത്തിൽ വളരെ മനോഹരമായൊരു ഹമ്മിങ് ഉണ്ട്. നമുക്ക് ആ ഗാനമൊന്ന് കേട്ടു നോക്കാം. കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം നിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. മന്ത്രകോടി നെയ്തൊരുങ്ങി, പള്ളിമേട പൂത്തൊരുങ്ങി, കാരുണ്യത്തിരികളൊരുങ്ങി, മംഗല്യപ്പന്തലൊരുങ്ങി. എന്നു വരും നീ തിരികെ, എന്നു വരും നീ, എന്നു വരും നീ തിരികെ,
എന്നു വരും നീ. മറ്റൊരു ഗാനം ഏതാണെന്ന് വെച്ചാൽ ONV കുറിപ്പ് എഴുതി രമേശ് നാരായണൻ സംഗീതം നൽകി KJ യേശുദാസ് പാടിയ മനോഹരമായ ഗാനം മേഘമൽഹാർ എന്ന എവർ ഹിറ്റ് സിനിമയിലെ ഗാനമാണത്. ഒരു നർ പുഷ്പമായി നമുക്ക് ആ ഗാനമെന്ന് കേട്ടു നോക്കാം. ഒരു നറു പുഷ്പമായി നിന്നേർക്കു നീളുന്നു മിഴിമുലയാരുടേതാവാൻ. ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുലയാരുടേതാവാൻ. ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിലവുകളാരെയോർത്താവാൻ. അറിയില്ലെനിക്കറിയില്ല പറയുന്നു സന്ധ്യതൻ മൗനം മൗനം. ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാൻ. മറ്റൊരു ഗാനം ഏതാണെന്ന് വെച്ചാൽ ഉസ്താദ് എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി വിദ്യാസാഗർ മ്യൂസിക് നൽകി MG ശ്രീകുമാർ പാടിയ മനോഹരമായ ഗാനം ചിലി 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 ചിലമ്പുലി താളം. ആ ഗാനം നമുക്കൊന്ന് കേട്ടു നോക്കാം. ചില 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 ചിലമ്പൊലി താളം ഡക്ക് 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 ഡോലക്ക് മേളം ഒരു ഷഹനായി പാടും ഗാനം. ഹയ്യ ഹോ ഭയ്യ പ്യാർ ഭയ്യ മുഹബത്ത് പെണ്ണിനും ചെറുക്കനും കല്യാണം. സിനിമാ ഗാനങ്ങളെ കൂടാതെ വളരെയധികം പ്രശസ്തമായ ഒരു ഭക്തിഗാനം ബൃന്ദാവന സാരംഗയിലുണ്ട്. S വാസുദേവൻ പോറ്റിയുടെയും സഹദേവൻ പട്ടശ്ശേരിയുടെയും രചനയിൽ ശിവാനന്ദ് മ്യൂസിക് നൽകി ജയകൃഷ്ണൻ പാടിയ തുളസിക്കതിർ എന്ന ആൽബത്തിലെ മനോഹരമായ ഗാനം തുളസിക്കതിർ നുള്ളിയെടുത്തു. ആ ഗാനമെന്ന് നമുക്ക് കേട്ടു നോക്കാം. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്തു. ബൃന്ദാവന സാരംഗ എന്ന രാഗത്തിലെ മിക്ക സിനിമാ ഗാനങ്ങളെയും കീർത്തനങ്ങളെയും പറ്റി നമ്മൾ പറഞ്ഞു. എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. രാഗ മീറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കാണാം. ബായ്.